അപ്പോൾ ഇന്നത്തെ ഫുഡ് ഡെലിവറി റിലേറ്റഡ് ആയിട്ടുള്ള അവസാനത്തെ വീഡിയോ ആണിത്. ഇനി ഇതേപോലത്തെ വീഡിയോസ് ഞാൻ ഇടില്ല. ഫുഡ് ഡെലിവറി പരിപാടി ആയിട്ടില്ല, ഡെലിവറി സംബന്ധമായിട്ട് ഇനി ഒരു വീഡിയോസ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് അവസാനത്തെ വീഡിയോ ആണ്. അപ്പോൾ ലാസ്റ്റത്തെ അടിച്ചൊരു ഓർഡർ ഉണ്ട്. അപ്പോൾ ആ ഓർഡറിന്റെ ഏണിങ്സ് ഞാൻ കാണിച്ചു തരാം. ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു 310 മീറ്റർ പിക്കപ്പ് ലൊക്കേഷനും അതുപോലെ കൊണ്ടുകൊടുക്കാൻ ഒരു 900 മീറ്ററും. അതിന് മിനിമം പേ ആയിട്ട് കിട്ടിയാണ്, ട്രിപ്പ് പേ ആയിട്ട് കിട്ടിയാണ് 20 റുപ്യ 17 പൈസ. അതേപോലെ തന്നെ ട്രെയിൻ ചാർജ് ഒരു 15 ആഡായി. ഇത് കുഴപ്പമില്ല, ഇത് നല്ലൊരു എമൗണ്ട് ആണ്, കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ആണ്. ഇത് ഡെലിവറി ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ടും ഞാൻ കാണിച്ചു. ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടിയ എമൗണ്ട് ആണിത്. ഇത് കറക്റ്റ് എമൗണ്ട് ആണ് ഇതിനും ആഡ് ആയിട്ടുള്ളത്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താണ് പറഞ്ഞു വന്നത്? അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഇടില്ല എന്ന് മാത്രമല്ല, ഞാൻ ഇന്ന് എനിക്ക് ഇതുവരെ ഓടിയിട്ട് കിട്ടിയൊരു ഏണിങ്സ് കാണിച്ചത്. ഞാൻ രാവിലെ 10 മണിക്ക് ഇവിടെ വന്നിട്ട് ഓൺലൈൻ ആയതാണ്. അപ്പോൾ ഇന്ന് പെരിന്തൽമണ്ണ സിറ്റിത്തെ കാര്യമാണ് ഇത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഏണിങ്സ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്, ഇൻസെൻറ്റീവ് ഇല്ലാതെ കേട്ടോ. 6 ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. അതിലിപ്പോൾ 386 റുപ്യാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഏണിങ്സ് ഓർഡർ ഏണിങ്സ് ശരിക്കും 326 പിന്നെ റെയിൻ ചാർജ് ഒരു 60 ആയിട്ടാണ് ഇതിലുള്ളത്. അപ്പോൾ രാവിലെ 10 മണി തൊട്ടിട്ട് ഇപ്പോൾ 6 മണിയായി. 6 മണിയാകുമ്പോൾ എനിക്ക് ഇത്ര എമൗണ്ട് ആയിട്ടുള്ളൂ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ഏണിങ്സ് ആണ് ഇതിപ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്നത്തെ ഇൻസെൻറ്റീവ് എയറിലായിരുന്നു. അത് എയറിലാവാൻ കാരണം എൻ്റെ എമൗണ്ട് ഞാൻ കുറച്ച് ക്യാഷ് ഓൺ ഡെലിവറി പൈസ മൊത്തം കളക്ട് ചെയ്ത് കുറച്ച് ഓവറായിപ്പോയി. അങ്ങനെ ആയപ്പോൾ അത് ഓഫായിപ്പോയി, ആ ടൈം ഔട്ടായി. ഗിഗ് ഓവർ ടൈം കയറിയപ്പോൾ അങ്ങനെ ആ ഇൻസെൻറ്റീവും പോയി. സന്തോഷം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രേ ഉള്ളൂ എനിക്ക് അറിയിക്കാൻ. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു.